പ്രിയമുള്ളവരെ, ഒരു ജ്ഞാനായ പള്ളി വികാരിയുടെ കസേര തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ കാണാനിട വന്നു. നിങ്ങൾക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം, അതിനുശേഷം ബാക്കി പറയാം. ആരാണ് എന്ന് വ്യക്തമാക്കുന്ന ഇതാണ് വീട്ടമ്മയുടെ ഓഡിയോ ലീക്കായി പള്ളിയിലച്ചന് സംഭവിച്ചത്. മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടിയുണ്ട്. ഈ രണ്ട് ഓഡിയോ ക്ലിപ്പിന്റെയും അടിസ്ഥാനത്തിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ അച്ഛൻ ചെയ്തതിന് നമുക്ക് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? പ്രായപൂർത്തിയ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്ന ആനുകൂല്യം പള്ളിയിലച്ഛന് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം പള്ളിയിലച്ഛൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുമായി ഇടപെടുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. ഈ ഒരു സ്ത്രീയുമായി മാത്രമല്ല, നിരവധി സ്ത്രീകളുമായി ഈ അച്ഛന് ബന്ധമുണ്ട് എന്ന് മുൻപ് തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അച്ഛന്റെ ഇത്തരം വൃത്തികെട്ട പ്രവർത്തികളെ കുറിച്ച് പലതവണ ഇതിനു മുമ്പ് ഇരുന്ന ഇടവകക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട്. അടക്കമുള്ളവരുടെ കുമ്പസാര രഹസ്യം കേൾക്കേണ്ട ആളാണ്. ഇത്തരം മാനസികാവസ്ഥയുള്ള പ്രിയമുള്ളവരെ, പ്രസ്തുത അച്ഛൻ്റെ ഫോട്ടോ സഹിതം ഇപ്പോൾ കണ്ടു നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ നാളുകളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ ഇങ്ങനെയുള്ള ആൾക്കാരിങ്ങനെ വഴി മാറിപ്പോകുന്നു, ഇങ്ങനെ പല ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള സംഭവം. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പറയണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പറഞ്ഞേക്കാം എന്ന് തോന്നിയത്. അതായത് അച്ഛനാണേലും സിസ്റ്ററാണേലും കന്യാസ്ത്രീയാണെങ്കിലും എന്താണെങ്കിലും ഇവരെല്ലാം മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഒറ്റൊരു റിക്വസ്റ്റാണ് ഒരു പള്ളിയിലച്ചന്മാരോടും കന്യാസ്ത്രീകളോടും എല്ലാ സഭയിലുമുള്ള ക്രിസ്ത്യൻ ഇതിൽപ്പെടുന്ന എല്ലാ സഭയിലും പെടുന്ന ആൾക്കാരോടും കൂടിയുള്ള ഒരു റിക്വസ്റ്റാണ്. നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല ഇങ്ങനൊരു ഇതിൽ നിലനിന്ന് പോകാനായിട്ട്. നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇങ്ങനൊരു സംഭവത്തിലേക്ക്, ഇങ്ങനൊരു സഭയുടെ കീഴിലേക്ക് നിങ്ങൾ ചെന്ന് ചേർന്നവരാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വേഷം ഊരി വെച്ചിട്ട് അതിൽ നിന്ന് ഒഴിവായി പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാം. അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ്. നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾക്ക് ഇതുപോലുള്ള വികാരങ്ങളും വിചാരങ്ങളും എല്ലാവരെയും പോലെ തന്നെ ഉണ്ട്. നമുക്കത് ചിന്തിക്കാൻ പറ്റും, അത് അംഗീകരിക്കാനും പറ്റും. പക്ഷേ ഈ ഒരു സഭയുടെ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കരുത്. കാര്യം മറ്റുള്ള നമ്മൾ ബഹുമാനം അർഹിക്കുന്ന ഒരുപാട് സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ എല്ലാം ഒരേ രീതിയിൽ നമ്മൾക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് ആൾക്കാരെ നോക്കുന്നു, കാണുന്നു. നിങ്ങൾ ആ വിധത്തിലേക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ കൊണ്ട് മറ്റുള്ളവരെയും കൂടെ സംശയ ദൃഷ്ടിയാലാണ് ആൾക്കാർ നോക്കുന്നത്. എന്തിന് ഇത്ര പാടുപെടുന്നത്? നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിർത്തിയിട്ട് ഇറങ്ങി പോകൂ, ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. എന്തിന് അതിനകത്ത് നിന്നുകൊണ്ട്, ഈ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ വൃത്തികേടുകൾ കാണിക്കുന്നു? അതിനുള്ള ചങ്കൂറ്റം കാണിക്കേ. നിങ്ങൾ അതിൽ നിന്ന്, ഈ ഒരു സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആരും നിങ്ങൾക്കെതിരെ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? അതിൻ്റെ ബാക്കി നിങ്ങൾ കാണുക. ഇത്രയും വൃത്തികേടുകൾ കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം കാണിക്കുക. അതിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കാതെ.